എന്നാൽ പുതുതലമുറയിൽ തന്നെയല്ലേ ഫഹദ് ഫാസിലും മമ്മൂട്ടിയുടെ മോനും മോഹൻലാലിന്റെ മോനും ഒക്കെ ഉള്ളത്, ഉണ്ണി മൂന്തൻ ഉൾപ്പെടെ. അവരാരും ഇതിനകത്തേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ മനഃപൂർവ്വം നിങ്ങൾ മറ്റവരെ അവോയ്ഡ് ചെയ്യുക, അതേ നിവൃത്തിയുള്ളൂ. അല്ലാതെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിട്ട് അട്ടയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിട്ട് അട്ടയെ കുറ്റം പറയരുത്, അട്ടയെ പിടിച്ച് കിടത്താതിരിക്കൂ. ഇത് ചെയ്യുന്നത് ഞാൻ ഇത്രയും പ്രശ്നങ്ങളുള്ളവരെ തന്നെ വീണ്ടും പറയുന്നത്, ഞാൻ അടുത്ത പടത്തിന് 1 കോടി വാങ്ങിക്കുക, എനിക്ക് 5 പടം ബുക്കിംഗ് ഉണ്ട്, എനിക്കിനി ഡേറ്റ് ഇല്ല, ഇന്ന് എനിക്ക് ഈ മുഖത്തെ എക്സ്പ്രഷൻ വരില്ല, ഇന്ന് എനിക്ക് ദുഃഖം വരില്ല, കാരണം ഞാൻ ഇന്ന് രാവിലെ അഭിനയിച്ചത് ഫൈറ്റ് സീനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മലയാള സിനിമ എത്തിയപ്പോൾ അതിന് കൊടപിടിക്കുന്ന സംവിധായകരെയും നിർമ്മാതാക്കളെയാണ് പറയേണ്ടത്, അവരെ അല്ല. അവരെ ഞാൻ പറഞ്ഞ പോലെ തല്ലിക്കോട് ചൊല്ലിക്കോട് തള്ളിക്കള. എന്തിനു വീണ്ടും 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 ഇവരുടെ പുറകെ പോകുന്നതെന്ന്? ഇവരുമൊക്കെ ഒരു കാലത്ത് പുതുമുഖങ്ങളായിരുന്നില്ലേ? അതിന് ഏറ്റവും വലിയ തെളിവല്ലേ രോമാഞ്ചം എന്നൊരു സിനിമ സൂപ്പർ ഹിറ്റായത് ഒരു താരങ്ങളും ഉണ്ടായിട്ടല്ല. ആ ചങ്കൂറ്റം കാണിക്കുന്ന നിർമ്മാതാക്കളെയാണ് ഇനി നമുക്ക് മലയാള സിനിമയിൽ ആവശ്യം. പിന്നെ ആരോ പറഞ്ഞ പോലെ ഇത്തരക്കാർക്ക് മാത്രമേ ഇവർ ഡേറ്റ് കൊടുക്കുകയുള്ളൂ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇതിന് ഉപയോഗിക്കാൻ സാഹചര്യമുള്ളവർ ഒക്കെ ചേർന്ന ലോബി സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ ശ്രീ വിനീത് കുര്യത്ത്?